അപ്പൊ ഇന്നൊരു സഞ്ചി കവറിലായിട്ടാ പോകുന്നല്ലേ നീ? ആ, എന്നാ വിശേഷം എന്നാ? അത് നാളെ നമ്മളെ സ്കൂളിൽ പോണ കാശം. ഹായ്, ഇന്നൊരാൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പൊ ഇന്ന് കുറച്ച് സാധനങ്ങളെല്ലാം ആയിട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ ആളെ കാണിച്ചു തരാട്ടാ. അപ്പൊ ഇന്നൊരു സഞ്ചി കവറിലായിട്ടാ പോകുന്നല്ലേ നീ? ആ, എന്നാ വിശേഷം എന്നാ? അത് നാളെ നമ്മളെ സ്കൂളിൽ പോണ കാശം. നാളെ ഇവരെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാട്ടാ. അപ്പൊ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ ഓരോ ഐറ്റം കൊണ്ടുവന്നത്. അപ്പൊ ധോനിക്ക് ഇളവൻ കുമ്പളങ്ങിയും മുരിങ്ങക്കായും തേങ്ങയും പിന്നെ വാഴയില നാളെ രാവിലെ കൊണ്ടുവരും അല്ലേ? സ്കൂൾ ബസിന്റെ സമയമായേ. അപ്പൊ സ്കൂൾ ബസ് വന്ന് ധോനി പോയി. അപ്പൊ ഇന്ന് ലാസ്റ്റ് എക്സാമിന്റെ ദിവസമാണ്. അപ്പൊ നാളെ ഓണാഘോഷ പരിപാടി ആയതുകൊണ്ട് ഒന്നും പഠിക്കുന്നൊന്നും ഇല്ല. അതിന്റെ ത്രില്ലിലാണ്. ഡ്രസ്സ് ഏതിടണം, എങ്ങനെ എങ്ങനെ മേക്കപ്പ് ചെയ്യണം, അതെല്ലാം ധോനിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ധോനി സ്കൂളിൽ പോയി. അപ്പൊ നാളെയാണ് സ്കൂളിലെ പരിപാടി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്റെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്ന് വെച്ചാൽ കൊടകിലാവുമ്പോൾ നമുക്ക് സ്കൂളിൽ ഓണോ അല്ലെങ്കിൽ ഓണത്തിനുള്ള ലീവ് ഒന്നുമില്ല. നമുക്ക് അന്ന് സ്കൂൾ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ നമ്മൾ ലീവ് എടുത്തിട്ടാണ് നമ്മൾ ആഘോഷിക്കുക വീട്ടില്. അപ്പൊ ഇതുപോലെയുള്ള സദ്യ ഒന്നും നമുക്ക് സ്കൂളിൽ കിട്ടലില്ല. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു, നമ്മളെ അടുത്ത് ഉള്ള ആൾക്കാരൊക്കെ ആഘോഷിക്കുന്നു. അതൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലത്തെ ഓണം. അപ്പോൾ ധോനിയുടെ സ്കൂളിലെ ഓണത്തിന് നാളെ പോകണമെന്നുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഇപ്രാവശ്യം ഓരോരോ ഐറ്റം കൊണ്ടുവരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ LKG തൊട്ടിട്ട് 7 വരെയുള്ള കുട്ടികളും ഓരോരോ ഐറ്റം വേറെ വേറെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ആവും. അപ്പോൾ നല്ല അടിപൊളി പരിപാടിയും നല്ല സദ്യ ആയിരിക്കും. അപ്പോൾ ധോനിയുടെ ക്ലാസ്സിൽ അവർക്ക് ഇളവനും മുരിങ്ങക്കായാണ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ തേങ്ങ എല്ലാ വീട്ടിലും ഉള്ള കുട്ടികൾക്കും കൊണ്ടുപോവാം. പിന്നെ വാഴയില നാളെ രാവിലെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓണാഘോഷ പരിപാടീൻ്റെ തിരക്ക് സ്കൂളിലേത്. അപ്പോൾ നമുക്ക് നാളത്തെ പരിപാടി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.